ദിവസം ഇരിക്കും, എത്ര മാസം ഇരിക്കുന്നൊന്നും എന്നെ കൊണ്ട് പറയാൻ സാധിക്കില്ല. എത്രയും വേഗത്തിൽ മരിച്ചാൽ അത്രയും നല്ലത്, അതേ വേണ്ടു. ഇനി ഇവിടെ കൃഷ്ണേട്ടനെ ആരാ സഹായിക്കാൻ? ഇവിടെ എനിക്ക് സഹായം ഈ അനീഫയുടെ കുട്ടികളുമാണ്. നല്ല അയൽക്കാർ. അതെ, ഈ കുട്ടികളുടെ ഒരു സഹായമാണ് എനിക്ക് വല്ലാത്ത സഹായം. അത് മരിച്ചാലും മറക്കാൻ പാടില്ലാത്ത ഹനീഫ ലൈല ദമ്പതികളില്ലേ, അവരുടെ ഒരു സഹായം ഉണ്ടല്ലോ, അത് ഞാൻ എത്ര ഇതായാലും മറക്കാൻ പറ്റില്ല. അല്ല, അത് കൃഷ്ണേട്ടന് മാത്രമല്ല, അത് നമ്മുടെ കേരളത്തിന് മുഴുവൻ, ലോകത്തിന് മുഴുവൻ മാതൃകയാണ്. കാരണം സ്വന്തം അച്ഛനും അമ്മേനെയും നോക്കാത്ത മക്കളുള്ള ഈ ലോകത്ത് ഒരു ബന്ധവും ഇല്ലാത്ത അന്യമതസ്ഥരായിട്ടുള്ള ആളുകള് അവര് അച്ഛാന്ന് വിളിക്കുന്നു, അവര് സ്നേഹത്തോടു കൂടിയിട്ട് നോക്കുന്നു, ഭക്ഷണം കൊണ്ടുവന്ന് തരുന്നു. പണം തരുന്നു സഹായിക്കാൻ ഒരുപാട് പേർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരും. പക്ഷെ ഈ സഹായമാണ് ഏറ്റവും വലിയ സഹായം. അല്ലെ, മക്കള് വാ, ഇരിക്കുക, അങ്ങോട്ട് ഇരിക്കും. മോളിവിടെ ഇതാണ് കൃഷ്ണേട്ടന്റെ ഇപ്പോഴത്തെ കുടുംബം. അതായത് എനിക്ക് സകല സഹായങ്ങളും ചെയ്യുന്നത് എന്റെ കുട്ടി ലൈലിയും അനീഫയും അവരുടെ മക്കളും. ഞങ്ങള് സിനിമാ ലോകമൊക്കെ അവരോട് നന്ദിയുള്ളവരാണ്. അവര് ചെയ്യുന്ന നന്മ ഒരു കാലത്തും മറക്കാൻ പറ്റാത്ത, ഞാൻ മരിച്ചാൽ കൂടി മറക്കില്ല, അങ്ങനെയുള്ള ഒരു സഹായമാണ് അവർ ചെയ്യുന്നത്. അതായത് എനിക്ക് സമയത്ത് 7 മണി വെച്ചാൽ 7 മണിക്ക് എനിക്ക് ടിഫിൻ, 1 മണി വെച്ചാൽ 1 മണിക്ക് എനിക്ക് ചാപ്പാട്, വൈകുന്നേരത്ത് 7 മണി വെച്ചാൽ 7 മണിക്ക് എനിക്ക് കഞ്ഞി, ഇങ്ങനെ കൊടുന്നു തന്നിട്ട് ഇപ്പം എന്നെ രക്ഷിക്കുന്നത് അവരാണ്, അനീഫയും എന്റെ മോള് ലൈലി. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നുന്ന ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കൃഷ്ണേട്ടൻ ഇപ്പോ ലക്കിടിയിലെ ഭാര്യാഗൃഹത്തിൽ ഏകനാണ്. കുറച്ചുകാലം മുമ്പ് അപകടം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഈ ദൃഢഗാത്രൻ ഒരു പൂർവ്വജന്മ സ്മൃതി പോലെ നമ്മുടെ ചലച്ചിത്ര സെറ്റുകളെ ഗ്രസിച്ചു നിന്നേനെ. ഒരേ മാത്രയിൽ തേൻ മധുരവും ചെന്നിനായക കയ്പുമാകുന്ന ചലച്ചിത്ര സ്മൃതികളുടെ പഴയ പാതകളിലൂടെ പുതിയ തലമുറയെ കൈപിടിച്ച് നടത്തിയേനെ.